പോയി. തോണ്ടത് എന്റെ എക്സ്ട്രീം ക്യാപ്ചർ. എന്താ നൃത്തം കളിക്കുന്നു അവിടെ കിടന്നിട്ട്? എന്തോ കാണിക്കണം അവിടെ കിടന്നിട്ട്? എന്റെ ദൈവമേ, ഓ മൈ ഗോഡ്, എക്സ്ട്രീമടാ. അയ്യോ, താട്ട് പോടത്. എന്റെ ദൈവമേ, കണ്ട നീ കണ്ടായിരുന്നോ? കണ്ണു മാത്രം ആ വിൻഡോയിൽ കൂടെ പുറത്തോട്ട് വന്നു. അയ്യോ, ഇടിഞ്ഞു ചോറോട്. ഒന്നില്ല. എക്സ്ട്രീം ക്യാപ്ചർ ഗൈസ്. എക്സ്ട്രീം വെച്ച് ഞാൻ ആ ഡോർ പതിയെ തുറന്നിട്ട് ഒരു എട്ടി നോക്കുന്ന ആളുകൾ. എക്സ്ട്രീം ക്യാപ്ചർ. ബ്ലഡ് കുടിച്ചത്. എന്റെ ദൈവം തമ്പുരാനെ, ആ ബ്ലഡ് കുടിച്ചത്. എന്റെ ദൈവമേ. കോഴിക്കോടുള്ള ഒരു വനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഏകദേശം 40 വർഷമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ബംഗ്ലാവ്. ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിന്നും പ്രായമുള്ള 2 പേരുടെ മൃതദേഹം വളരെ അഴുകിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഈ ബംഗ്ലാവിൻ്റെ ചുറ്റും പല നിഗൂഢത സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ വനത്തിനുള്ളിൽ നിന്നും അലറുന്ന ശബ്ദം കാടിന് പുറത്തുള്ള മറ്റു പല വീട്ടുകാർക്കും കേൾക്കുവാൻ തുടങ്ങി. ഇതിനുശേഷം ആരും ഈ വഴിക്ക് വരാറില്ല. ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒറ്റയ്ക്ക് ഈ ബംഗ്ലാവിൽ പോയിരുന്നു. അന്ന് ഞാൻ അവിടെ വച്ച് കേട്ട ശബ്ദങ്ങളും കണ്ട കാര്യങ്ങളും ഇപ്പോൾ പോലും എനിക്ക് മറക്കാനാവില്ല. ഈ ബംഗ്ലാവിൽ ഞാൻ വീണ്ടും എൻ്റെ ടീമിനെയും കൂട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോയി. പക്ഷെ ഈ തവണ ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ജീവൻ മരണ പോരാട്ടമായിരുന്നു. അവിടെ വച്ച് ഞങ്ങൾക്കുണ്ടായ സംഭവങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും ഹെഡ്ഫോൺ വെച്ച് വീഡിയോ കാണുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അവിടെ വച്ച് അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ പിന്നെ തുടങ്ങാം. എന്റെ ദൈവമേ, എന്തടാ? എന്തോടെ കുലുങ്ങുന്നത്? എന്റെ ദൈവമേ, എന്ത് വീണോ? ഇവിടെ ഇടിഞ്ഞ് വീണ എന്തൊക്കെയോ. എന്തോടെ കുലുങ്ങുന്നത്? നിന്ന് എന്തോടെ കുലുങ്ങുന്നത്? വീട് മൊത്തം കിടന്ന് കുലുങ്ങാ. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത്. ഈ വീട് മൊത്തം കിടന്ന് കുലുങ്ങുന്നു. ഒരു സെക്കൻഡത്തേക്ക് എന്തോടെ കുലുങ്ങുന്നു. ഇപ്പൊ കിടന്ന് വീട് മൊത്തത്തിൽ കിടന്നു ശരിക്കും കിടന്ന് വീട് മൊത്തത്തിൽ കിടന്ന് കുലുങ്ങുമായിരുന്നു. എന്തൊക്കെ ഇടിഞ്ഞ് പോയി താഴെ വീഴുന്നു. എന്നിട്ട് എന്റെ ഭൂമി കുലുങ്ങാണോ? ഉരുൾപൊട്ടില്ല. ഉരുൾപൊട്ടലാണോ?
കാട്ടിനടുക്ക. എടാ ശരിയാടാ. അങ്ങോട്ട് പോകും. എടാ നിക്ക്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, സൗണ്ടൊന്നുമില്ലല്ലോ ഇപ്പൊ. ഇവിടെ ആയിരുന്നു. അത് ക്യാപ്ചറായി കാണത്തില്ലേ? ക്യാപ്ചർ ഉണ്ടാവും. കാരണം ഞാൻ കറക്റ്റ് ടൈമിൽ ഞാൻ തിരിച്ച് ശരി വിട് കേടാ. ഫസ്റ്റ് ബായ് ഊരിക്കടാ, വയ്യ ഭയങ്കര വെയിറ്റ്. ഒന്നില്ല എന്നിട്ട് കാക്കടാ. ഒന്നില്ല പോയി പോയടാ പോയടാ ഇല്ലടാ പോയടാ വീട് പോയി ഇടാടാ പോയടാ ഒന്നില്ല വിട്. എൻ്റെ ദൈവം തമ്പുരാനെ, എൻ്റെ പൊന്നു. എൻ്റെ ദൈവമേ, സേഫ് നോക്കിപ്പോ നോക്കിപ്പോടാ. ഒന്നില്ല അടങ്ങിരി. എടാ ഒന്നില്ല അടേ, എന്ത് ക്യാപ്ചറായേ? എന്തുകൂടെ കണ്ടത്? ഇവിടെ ഒന്നില്ലടാ. ഇവിടെയോ ക്യാപ്ചർ ആയിട്ടുണ്ടോ? വീട് റെക്കോർഡിംഗ് ആണോ? നോക്കിക്കേ. റെക്കോർഡിംഗ് ആണല്ലോ. എൻ്റെ ദൈവം, എന്തുകൂടെ അത്? പുറത്തിറങ്ങും. എന്തുകൂടെ ഇത് ഇങ്ങനെ ക്യാപ്ചർ ആവുന്നേ? എടാ അതേപോലെയാണ് കണ്ട കണ്ണ് ചുവന്ന കണ്ണ് ആണോ? നീ കണ്ടായിരുന്നോ? എന്തുകൂടത്? എടാ എന്താ ചെയ്യാ? നിങ്ങൾക്ക് വന്നിട്ട് ഞങ്ങളെ പേടിപ്പിക്കാനോ ഞങ്ങളെ ഇവിടുന്ന് ഓടിപ്പിക്കാനോ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ എത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ പേടിച്ച് ഓടാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ പോത്തതുമില്ല. അതുകൊണ്ട് ആ മോഹം മാറ്റി വെച്ചേക്ക്. ചുമന്ന കണ്ണിട്ട് ഉരുട്ടി കാണിച്ചാലും പച്ച കണ്ണിട്ട് ഉണ്ടാക്കി കാണിച്ചാൽ ഞങ്ങളോട് പോകാൻ പോകുന്നില്ല. അല്ല ഈ സംഭവം വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എക്സ്ട്രീം പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ സേഫായിട്ട് നിൽക്കണം കേട്ടല്ലോ. സേഫായിട്ട് നിൽക്കണം. നമ്മൾ സ്റ്റാർട്ടായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് എക്സ്പ്ലോറിങ്. സോ കുറേ കാര്യം നടക്കുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ എക്സ്ട്രീമറാ എന്താ നൃത്തം കളിക്കുന്നോ അവിടെ കിടന്നിട്ട്? എടാ എന്തോ കാണിക്കണം അവിടെ കിടന്നിട്ട്? എടാ കയറി വായ മൊത്തം അജുവിൻ്റെ
വായി പൊത്തിപ്പിടിടാ അവൻ്റെ പൊത്തിപ്പിടി അവൻ്റെ വായി പൊത്തിപ്പിടി അങ്ങനെ പൊത്തിപ്പിടി അനങ്ങില്ല അവിടുന്ന് അനങ്ങില്ല പൊത്തിപ്പിടിച്ചിരുന്നോ. എൻ്റെ ദൈവം, നിങ്ങൾക്ക് എന്താ വേണ്ടേ? എക്സ്ട്രീം ക്യാപ്ചർ 1.5 ക്യാപ്ചർ ചെയ്ത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇവിടെ. ഞാൻ മിണ്ടാരി, നിങ്ങൾക്ക് എന്ത് പറ്റി? ഇവിടെ മരിച്ചു പോയ ആ അപ്പൂപ്പനും അമ്മൂമ്മയുടെ ആത്മാക്കളാണോ ഇത്? എനിക്ക് വിശ്വാസം തോന്നുന്നില്ല കണ്ടിട്ട്. ഇത് വേറെ എന്താ പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. കുറച്ച് മുന്നേ മേളി വെച്ചിട്ട് എൻ്റെ ബ്ലഡ് കുടിക്കുന്നു പറഞ്ഞ ആരാ? നിങ്ങളാണോ പറഞ്ഞത് എൻ്റെ ബ്ലഡ് കുടിക്കുന്നുള്ളത്? നിങ്ങൾ ഈ കാട്ടിലുള്ള എന്തെങ്കിലും ഒരു സംതിങ് ഒരു ഇതാണോ? എനിക്ക് അറിയത്തില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. കാട്ടേരി അങ്ങനെ പല പേരുകളുണ്ടല്ലോ, ചാത്തൻ പോലത്തെ, അങ്ങനെ എന്തെങ്കിലും ആണോ നിങ്ങൾ? ഇവിടെ മരിച്ചു പോയ ആ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും ആത്മാക്കളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ അവരെയാണ് ഞാൻ കണ്ടത് ഇവിടെ വെച്ചിട്ട്. അവരോടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഈ തവണ വന്നിട്ട് എനിക്ക് ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ല. നിങ്ങളുടെ എക്സ്ട്രീമായിട്ട് ഒരു സൗണ്ട് കേട്ട് എനിക്ക് വന്നിട്ട് ടെറസ് വെച്ച്, അത് പെണ്ണിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ കേട്ട സൗണ്ടല്ല എനിക്കിപ്പോൾ കേൾക്കുന്നതന്നെ. വെറാ ചുമ്മാ പിടിച്ചിരിക്കുന്ന ഗൈസ് വന്നിട്ട് ഒരേ സമയത്ത് 3 ദിശയിൽ നിന്നും 3 ക്യാപ്ചറിങ്, അതും ഒരേ രൂപത്തെ ഒരു ചുമന്ന കളറിൽ ഒരു ഇളകി പറഞ്ഞ ഒരു കണ്ണ്. എനിക്കത് എന്ത് പറയണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എക്സ്ട്രീം ലെവല് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 30 മിനിറ്റ് ആയിട്ടുള്ളൂ, 1 ആയിട്ടുള്ളൂ. ഇവിടെ ഒന്നും എടുത്ത് എന്ത് ദൈവമേ, ഓ മൈ ഗോഡ്, എക്സ്ട്രീമടാ. അയ്യോ, താട്ട് പോടത്. എൻ്റെ ദൈവമേ, കണ്ട നീ കണ്ടായിരുന്നോ? കണ്ണു മാത്രം ആ വിൻഡോയിൽ കൂടെ പുറത്തോട്ട് വന്നു. വന്നടാ. കണ്ടായിരുന്നോ? എടാ, കണ്ണു മാത്രമേ പുറത്തോട്ട് തള്ളി വന്നടാ നജീബേ. ഗൈസ്, ആ കണ്ണു മാത്രം ആ വിൻഡോയിൽ കൂടെ കാണാൻ പറ്റിയപ്പോ. എടാ, ഇത് ആ അപ്പൂപ്പനും അമ്മൂമ്മയല്ല, ഇത് വേറെ എന്തോ സംതിങ് ആണ്, എനിക്ക് അറിയാൻ വയ്യ. എന്തോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഇത്രയും നേരം വന്നിട്ട് സൗണ്ട് കേട്ടതും, ഇവിടെ പല രീതിയിലുള്ള രൂപത്തെയാണ് കണ്ടതും, ഇവിടെ മരിച്ചുപോയ ആ ഡെഡ് ബോഡി അഴുകിയ നിലയിൽ വളരെ ദാരുണാന്ത്യമായിട്ട് നിങ്ങൾ മരിച്ചത്, ആ മരിച്ചുപോയ ആ അപ്പൂപ്പനും അമ്മൂമ്മയും ആണ് ഇപ്പോഴും ഇവിടെ കിടന്ന് ഞങ്ങൾ കാണുന്ന രൂപത്തെയൊക്കെ ഞങ്ങൾ കാണുന്നത്. അവരുടെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിക്കാം, അല്ലെങ്കിൽ ഒന്നും കേൾപ്പിക്കണ്ട. ഇവിടെ വേറെ ഏതെങ്കിലും ആത്മാക്കളാണെങ്കിൽ ഒന്നും കേൾപ്പിക്കണ്ട. ആ മരിച്ചുപോയ അപ്പൂപ്പൻ്റെ ആത്മാവാണ് ഞങ്ങളിപ്പോൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിക്കാം.
ഞാൻ പറഞ്ഞില്ലേ അതല്ലെന്ന്. അന്ന് 2 പേര്, അപ്പൂപ്പനും അമ്മൂമ്മയും. പക്ഷെ അന്ന് അപ്പൂപ്പൻ്റെ ആത്മാവ് മാത്രമേ ഉള്ളായിരുന്നു, അമ്മൂമ്മയുടെ ആത്മാവ് ഇവിടെ ഇല്ലായിരുന്നു. ഒന്നും കൂടെ ചോദിക്കാം, ഇവിടെ മരിച്ചുപോയ ആ അപ്പൂപ്പൻ്റെ ആത്മാവാണ് ഇവിടെ ഉള്ളതെങ്കിൽ, ഇപ്പം ഞങ്ങൾ കണ്ടതൊക്കെ ആ ആത്മാവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൗണ്ട് കേൾപ്പിക്കാം, അല്ലെങ്കിൽ ഒന്നും സൗണ്ട് കേൾപ്പിക്കണ്ട. കൺഫേംടാ. അവിടെ അപ്പോൾ അവിടെ ഈ പറയുന്ന അപ്പൂപ്പൻ്റെ രൂപത്തെയാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ ക്യാപ്ചർ ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ ക്യാപ്ചർ ചെയ്തത് ആ അപ്പൂപ്പനെ അല്ലയോ? ചോദിച്ച് അപ്പൊ എനിക്കുള്ള റെസ്പോണ്ട് കിട്ടിയത് ആണെന്ന് തന്നെ പറഞ്ഞത്. മനസ്സിലായി, നമ്മ ഇന്ന് വന്നിക്കണ സമയം ശരിയായിരിക്കൂല, അതുകൊണ്ടാണ്. അപ്പൊ കണ്ണെന്തിനാണ് അങ്ങനെ ഇരിക്കുന്നേ? അതാ പറഞ്ഞത്, നമ്മ ഇന്ന് വന്ന സമയം ശരിയായിരിക്കൂല, ഇന്നത്തെ ദിവസം നമ്മ വരേണ്ട ദിവസമായിരിക്കൂല, ഇന്ന് അതിന് വേറെ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ പറഞ്ഞു വിടാൻ വേണ്ടിട്ട് അങ്ങനെ കാണിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് വന്നപ്പോഴും സെയിം റെസ്പോണ്ടാണ് ഇപ്പൊ ആദ്യം സൈലൻസ് ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെയിം റെസ്പോണ്ട് തന്നെ കാണിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പിടിച്ചേ. സോ ഗൈസ്, എന്തായാലും വന്നിട്ട് ഇവിടെ നടക്കുന്നത് എനിക്കത് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കമന്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾ അത്രയും കൺഫേം ആയിട്ട് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ മസ്റ്റായിട്ട് നിങ്ങൾ പറയണം. സോ ഇപ്പോൾ വന്നിട്ട് നമുക്ക് കാര്യം ചെയ്യാം, നമ്മൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കത്തുള്ളൂ. നമുക്ക് കാര്യം ചെയ്യാം, നമ്മൾ എന്തിനാണ് ഞാനിവിടെ മെയിനായിട്ട് ഷാഡോ എങ്ങാടെ ക്യാപ്റ്റൻ അതല്ല ക്യാമറ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ ക്യാമറ ഉണ്ടായിരിക്കും ഇല്ലേ? അത് വിടും. സോ ഗൈസ്, അപ്പം മെയിനായിട്ട് ഞാനിവിടെ എന്തിനാണോ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മളിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് തന്നെ റിച്വൽ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു റിച്വൽ ചെയ്തിട്ട് അതിനെന്താണോ വേണ്ടത്, ഈ ഒരു കാടിന് നടുക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ആത്മാവിന് എന്താണോ വേണ്ടത്, ബ്ലഡ്. സോ അത് നമുക്ക് ഞങ്ങൾക്ക് അറിയാം, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ റിച്വൽ കാണാൻ സെറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഒരു ബ്ലഡ്, അതിനെന്താണോ ആവശ്യം ആ ബ്ലഡ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. സോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇതേപോലെ തന്നെ ക്യാപ്ചറിങ്ങും ആക്ടിവിറ്റീസും വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതിലുപരി വന്നിട്ട് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചിട്ട് നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. മറ്റേ ആ ഒരു ഫോട്ടോ പോലത്തെ സാധനം റെഡിയാക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ ഒരു ബ്ലഡ് നല്ലൊരു ആടിൻ്റെ ബ്ലഡ് വന്നിട്ട് ഒരു പാത്രത്തിൽ ഞങ്ങൾ ചെറിയൊരു ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇവരുടെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റുകളുള്ള ഒരു ആൽബം ഇട്ടിരിപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളത് മനസ്സിലാവും. ആ വീഡിയോ വന്നിട്ട് ആ ആൽബം വന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ബ്ലഡ് എന്തായാലും ഈ സാധനം വന്നിരിക്കും എന്തായാലും. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് നോക്കാം. റെക്കോർഡിംഗ് അല്ലേ? നോക്കാം. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് വന്നിട്ട് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് പിന്നെ പതിയെ പോയി നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. ഇത് പക്ക സൈലൻ്റ് ആണ്, ഇതിലൊന്നുമില്ല. ബ്ലഡ് വച്ച് കഴിഞ്ഞാൽ പിന്നെ പക്ക സൈലൻ്റ് ആയിട്ടുണ്ട്. ഒരു സൗണ്ട് കേൾക്കുന്നില്ല, ഇത് ഒറ്റ സൗണ്ട് കേൾക്കുന്നില്ല. സോ അത് കണ്ടിന്യൂ ചെയ്യാം. ഇതൊക്കെ ചുമ്മാ ആളി കത്തിയാൽ മതി, മൊത്തം കത്തി പിടിക്കും തീ. ഞാൻ വൈകിട്ട് നിങ്ങളെ റോഡ് വൃത്തികെട്ട് ഞാൻ 6 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് വന്നിട്ട് ഞാൻ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകം മൊത്തത്തിൽ. ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം റെഡിയാക്കി നിങ്ങളുടെ റൂമിൽ കൊണ്ട് വച്ചിട്ടുണ്ട്.
നിങ്ങൾക്കത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. എനിക്കറിയാം റിസ്ക്കാന്ന് എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം റിസ്ക്കാന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കാം. ഒരു അഞ്ച് ജീപ്പ് ഡ്രാഗൺ പോ, നിനക്ക് എക്സ്പീരിയൻസ് ആണ്. ക്യാമറ വെച്ചിട്ട് അവിടെ പോയി നോക്കണം. പതിയെ സൈലൻ്റായിട്ട് പോകണം. എന്ത് കണ്ടാലും പേടിക്കരുത്, മനസ്സിൽ ധൈര്യം വിടരുത് കേട്ടോ. പോയിട്ട് എന്തെങ്കിലും അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് പെട്ടെന്ന് നീ പറയും, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഓക്കെ അല്ലേ? കേട്ടോ നജി വേണം അകത്തോട്ട് പോയിട്ട് അകത്തോട്ട് പോയിട്ട് എടാ ഇതേ പിടിക്കില്ല കേട്ടോ, മൊത്തം പിടിഞ്ഞിരിക്കണം. ഓക്കെ 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 അടാ അത് പിടിക്കില്ല, ഇത് പൊളിഞ്ഞു പോയി. ഓക്കെ ഓക്കെ ഇത് പിടിക്കില്ല കേട്ടോ, മൊത്തം പൊളിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഫുള്ള് പൊത്താൻ കൊണ്ട് എടുക്കുന്നത്, ഉണങ്ങി കൊട്ടാൻ പിടിച്ച് പൊത്താൻ പൊത്താൻ വേണ്ടി വിറക് മൊത്തം. ആ റൂം അവിടുത്തെ കൺഫേം പാമ്പ് കൺഫേം അതിനകത്ത് ഇല്ലയോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനം റെഡിയാക്കി അപ്പുറത്ത് വച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് റൂമാണാവോ? ഇതുണ്ടോ, ഇത് ഈ മറ്റേ ഇത് വെച്ച് തേച്ച് കട്ട വെച്ച് തേച്ച് സെറ്റാക്കി വെച്ചേക്കുവാ. ഇതിനപ്പുറത്ത് റൂമുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് എന്തിനത് മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ ഇത് പിടിക്കല്ല, ഇത് പിടിക്കല് ചാവ് ഇവിടെ കിടന്നിട്ടാ. കയറി കയറി നോക്കി നോക്കിയാണ് നീ അത് പിടിക്കല്ലേ. ഓക്കെ നോക്കി നോക്കി ഓക്കെ നോക്കി എന്താ എന്ത് പറയുക? ഫസ്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തത് ആദ്യമായിട്ട് ക്യാപ്ചർ ചെയ്യണമെന്നൊരു ഗോസ്റ്റിനാ. അത് എന്ത് വീട് റെക്കോർഡിംഗ് അല്ലേ? നീ ഓക്കെ അല്ലേ? എന്തൊരു കണ്ടത്? ആ എടാ എന്ത് നമ്മൾ ആ കണ്ടത്, ഞാൻ ആ കണ്ടതിൽ തന്നെയാണ് കണ്ടത്. മറ്റേ കണ്ണൊക്കെ ചുമന്ന സാധനം ആണോ? എന്നെ നോക്കി, എന്നെ ഇങ്ങോട്ട് നോക്കി. അതാ ഞാൻ ഓടി വന്നേ. ഞാനെ പിടിച്ചോ. പതിവ് കേട്ടോ സൈൻ കേട്ടോ. പതിവ് ഒന്നുമില്ല, എണ്ണം പൊക്കോ. ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ. എൻ്റെയോടെ അത് ചോറ് കുടിക്കുന്നു. ക്യാമറ പോണം. എൻ്റെ ദൈവത്തിനെ ഇവിടെ എക്സ്ട്രീമാടാ, ഇവിടെ എക്സ്ട്രീമാടാ ഇത്. എൻ്റെ ദൈവമേ എക്സ്ട്രീമാടാ. ഇവിടെ നിൽക്ക്. എൻ്റെ ദൈവമേ, അയ്യോ എക്സ്ട്രീം ക്യാപ്ചറാ, എക്സ്ട്രീം ക്യാപ്ചർ. പോയി
എൻ്റെ ദൈവം തമ്പുരാനെ. ക്യാമറ സെറ്റി പെട്ടെന്ന് സെറ്റി. സൗണ്ട് കേൾക്കുന്നു. എൻ്റെ ഒന്നുമില്ല. എക്സ്ട്രീം ക്യാപ്ചർ ഗൈസ്. എക്സ്ട്രീം വെച്ച് ഞാൻ ആ ഡോർ പതിയെ തുറന്നിട്ട് ഒരു എട്ടി നോക്കുന്ന ആളുകൾ. എക്സ്ട്രീം ക്യാപ്ചർ. എൻ്റെ ദൈവം തമ്പുരാനെ. കിട്ടി സൂപ്പറായിട്ട് കിട്ടി. ക്യാമറയിൽ ഹെവി ആയിട്ട് കിട്ടി. ക്യാമറയിൽ എക്സ്ട്രീം ക്യാപ്ചർ. എൻ്റെ ദൈവമേ, അതിങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നു വന്നിട്ടേ ബ്ലഡ് കുടിച്ചത്. എൻ്റെ ദൈവം തമ്പുരാനെ, ആ ബ്ലഡ് കുടിച്ചത്. എൻ്റെ ദൈവമേ.